ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പരിസരത്ത് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലര് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അവർ ശ്രമിക്കും. വളരെ ശാന്തരായി സമചിത്തത കൈവിടാതെ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അത് എത്ര പ്രയാസങ്ങളിൽ ചെന്നാലും അവരങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ മറ്റു ചിലരങ്ങനല്ല. വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും അവരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുവാൻ അവർ തയ്യാറാകത്തില്ല, തങ്ങളുടെ വീഴ്ചകൾ അംഗീകരിക്കുവാൻ അവർ തയ്യാറാകത്തില്ല. മറിച്ച് അവരെപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്തും അങ്ങനെ ക്രിസ്തു യെരുശലേമിലേക്ക് പോകുമ്പോ ശമരിയാക്കാര് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല. നമുക്കറിയാം, ശമര്യരുമായി യഹൂദരുടെ ആ നിലപാട് അത്ര നല്ലതുമല്ല. പക്ഷെ ശിഷ്യന്മാര് പറയുന്നത് ഏലിയാവിന്റെ കാലത്ത് തീ ഇറക്കി കൊന്നതുപോലെ ഇവരെ നമുക്ക് നശിപ്പിക്കാവുന്ന. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് അരുത് എന്നാണ് ക്രിസ്തു പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൈവറ്റ് ബസ്സിൽ ഉണ്ടായ സംഭവമാണ്. നല്ല ആളുള്ള ഒരു റൂട്ടാണ്, വാഹനം നിറച്ച ആളുണ്ട്. ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടക്ടർ ആൾക്കാരുടെ എല്ലാം ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരു യാത്ര പകുതി ദൂരമൊക്കെ ആകുമ്പോ കണ്ടക്ടർ പറയുന്നുണ്ട്, ഈ ബസ്സിൽ ആരോ ടിക്കറ്റ് എടുക്കാനുണ്ട്. അവര് കൃത്യമായിട്ട് കണക്ക് കൂട്ടി ആളെ കണ്ടുപിടിക്കാറുണ്ട്. ഇങ്ങനെ ആൾക്കാരെ മുഴുവൻ നോക്കി മുമ്പോട്ട് പോയി ഏകദേശം മധ്യഭാഗത്തിനും കുറച്ചുകൂടെ മുമ്പായി ചെല്ലുമ്പോഴത്തേന് ആകപ്പാടെ ഒരു സ്ത്രീ പരുമുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ? ഉടൻ തന്നെ ആ സ്ത്രീ അല്പം സങ്കടത്തോടുകൂടി താഴ്ന്ന മുഖത്തോടുകൂടി പറയുന്നു, ഞാൻ ടിക്കറ്റ് എടുത്തില്ല എന്ന്. ആ വാഹനത്തിലുള്ളവരുടെ മുഴുവൻ ശ്രദ്ധ ആ സ്ത്രീയിലേക്കാണ്. എല്ലാവരും അവളെ പരിഹസിക്കുന്നുണ്ട്. നാണമില്ലല്ലോ, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. കുറെ ആൾക്കാര് ഇവരെന്തിനാണ് രാവിലെ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ഓർക്കുന്നുണ്ട്. മൊത്തത്തിൽ ആ വാഹനത്തിലെ അന്തരീക്ഷം അങ്ങ് ഒരു ശോകം നിറഞ്ഞതും ദേഷ്യം നിറഞ്ഞതുമായി തീരുകയാണ്. കണ്ടക്ടർ ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. ആൾക്കാർ വിചാരിക്കുന്നു ഇപ്പോൾ കണ്ടക്ടർ അവരെ വഴക്ക് പറയുമെന്ന്. കണ്ടക്ടർ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കാഞ്ഞെന്ന്. ഉടൻ തന്നെ ആ സ്ത്രീ ചെയ്യുന്ന മറുപടി അല്പം ഒന്ന് തല താഴ്ത്തിയിട്ട് പറയുന്നു, ഞാനിത് പൈസ എടുക്കാൻ മറന്നുപോയെന്ന്. ആൾക്കാരെല്ലാം കണ്ടക്ടറെയും ഈ സ്ത്രീയെയും തന്നെ നോക്കുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് അവള് കള്ളം പറയുകയാണ്. കണ്ടക്ടർ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോവുകയാണ്? ഞാൻ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. ഉടൻ തന്നെ ആ കണ്ടക്ടർ ചെയ്യുന്നത് തന്റെ ബാഗിൽ നിന്ന് ഒരു 100 രൂപ നോട്ടെടുത്ത് ആ സ്ത്രീയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വണ്ടിക്കൂലിക്ക് കാശില്ല എങ്കിൽ വേറൊരാൾ ഇങ്ങനെ ആയിരിക്കത്തില്ല ഇടപെടുന്നതെന്ന്. ഈ പ്രയാസത്തിലായിരുന്ന സ്ത്രീയോട് ദേഷ്യപ്പെട്ടത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, കാരണം അവരുടെ പൈസയൊന്നുമില്ല. അതൊരു വലിയ മനസ്ഥിതിയാണെന്നുള്ളത് മറന്നു പോകരുത്. തമ്പുരാൻ അതാണ് പറയുന്നത്. നിങ്ങൾ ഏത് ആത്മാവിൽ ആണ് ഇത് പറയുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന്, മറ്റുള്ളവർക്ക് മോശം വരുത്തണമെന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റുള്ളവരെ പഴിക്കുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിസ്തീയമായ ജീവിതത്തിന് ചേർന്നതല്ല എന്നാണ് തമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഈ വേദഭാഗത്ത് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുന്നു. ക്രിസ്തു പറയുന്നു, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് നൽകുന്ന ഒരു വലിയ സന്ദേശം. ഒരുപക്ഷെ പക്ഷികൾക്ക് അതിന്റെ കൂടുണ്ട്, പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്. ഒരു നാടകത്തിന്റെ അകത്തെ പാട്ട് ഇങ്ങനെയായിരുന്നു, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ മണ്ണിൽ ഇടമില്ല എന്ന്. ഒരുപക്ഷെ ഇങ്ങനെ തല ചായ്ക്കുവാൻ ഇടയില്ലാത്ത നൂറുകണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രതിനിധിയാണ് ക്രിസ്തു എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ഇങ്ങനെ തലചായ്ക്കുവാൻ ഇടയില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കടമയുണ്ട് എന്നാണ് ക്രിസ്തു പഠിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലാണ് എന്ന് പറയുകയും സഹോദരന്റെ വേദന കാണാതിരിക്കുകയും ചെയ്താൽ ക്രിസ്ത്യാനിയല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നീ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ വിശന്നവനായിരുന്നു, ഞാൻ ദാഹിച്ചവനായിരുന്നു. അതെപ്പോഴാണ്? നിന്റെ സഹോദരനിലാണ് ഇത് കാണേണ്ടുന്നത് എന്നാണ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. വീണ്ടും ഒരുത്തൻ പറയുന്നു, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം അപ്പനെ പോയി അടക്കുവാൻ അനുവദിക്കണമെന്ന്. അവൻ പറയുന്നു, മരിച്ചവരുടെ അടക്കട്ടെ എന്നാ പറയുന്നത്. അപ്പം ജീവിതത്തിൽ മറ്റു പലതിനേക്കാളും പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനികരണത്തിന് മറ്റു പല കണ്ടീഷൻസ് വെക്കുമ്പോൾ അത് പലപ്പോഴും നടന്നൊന്നും വരത്തില്ല എന്നുള്ളതാണ് സത്യമായിരിക്കുന്നത്. മൂന്നാമത് ഒരുത്തൻ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ വീട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാമെന്ന്.
പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ അനുവാദം കിട്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ അത് ശരിയാണെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ ആ വഴി തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ വഴി എടുക്കുമ്പോൾ അതെന്റെ സ്വാർത്ഥത കൊണ്ടാണോ എന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ക്രിസ്തീയമായ പ്രത്യാശയെ പറ്റിയും ക്രിസ്തീയമായ ജീവിതശൈലിയെ പറ്റിയും ക്രിസ്തീയമായ സ്നേഹത്തെ പറ്റിയുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനപ്പുറമായി ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ തിരിച്ചറിയുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.